ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ ഒരു യാത്ര പോവാണ്. ആ യാത്ര പോകുന്നത് എൻ്റെ ഒരു സ്വപ്നം അത് സബലീകരിക്കാൻ വേണ്ടിയുള്ളൊരു യാത്രയാണിത്. സ്വന്തമായൊരു ക്യാമറ ഏതൊരു ഫോട്ടോഗ്രാഫറിൻ്റെ ഒരു സ്വപ്നമാണ്. എൻ്റെ ആ സ്വപ്നം ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. നേമത്തെ മഹേഷ് ഏട്ടൻ്റെ യൂണീക്ക് പ്ലസ് എന്ന ക്യാമറ സ്റ്റോറിയിൽ നിന്നായിരുന്നു ഞാൻ ക്യാമറ എടുത്തിരുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ലായിരുന്നു. ദുബായിൽ വെച്ച് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു, പിന്നെ അത് അവിടെ തന്നെ വെച്ചു. എനിക്ക് എന്ത് അത്യാവശ്യം വന്നാലും ക്യാമറ തന്ന് സഹായിക്കുന്ന 2-3 ചേട്ടന്മാരുണ്ടായിരുന്നു തിരുവനന്തപുരത്തും പത്തനംതിട്ടയൊക്കെ ആയിട്ട്. അവരെ ഞാൻ ഓർക്കുന്നു, അവരോട് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഇന്നലെ വരെ എടുത്ത റീലും അവരുടെ ഒരാളുടെ ക്യാമറ വെച്ചെടുത്തായിരുന്നു. അതുവരെ എനിക്ക് കൂട്ടായിട്ട് എൻ്റെ ഫോണായിരുന്നു. ഏത് റീൽ എടുക്കാനാണെങ്കിലും പിന്നെ കുറച്ച് പടങ്ങൾ എടുക്കാനാണെങ്കിലും എല്ലാം ഫോണിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ കയ്യിൽ സ്വന്തമായിട്ടൊരു ക്യാമറ കിട്ടി. നിക്കോൺ Z6 എന്ന് പറഞ്ഞ ക്യാമറയാണ് ഞാൻ എടുത്തത്. നമ്മുടെ ബജറ്റിൽ ഒതുങ്ങുന്ന ഒരു ക്യാമറ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ അതും ഞങ്ങൾ ഭയങ്കര ടൈറ്റായിരുന്നു. പക്ഷെ എന്നെ സഹായിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അതിലൊരാൾ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞതാ, ഫണ്ടിൻ്റെ കാര്യം നീ നോക്കണ്ട, എന്താവശ്യം വന്നാലും വിളിക്കുക, ഞാൻ അപ്പം തന്നെ അയച്ചു തരാമെന്ന്. ആ ഒരു വാക്ക് അതിന് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത വാക്കാത്. പിന്നെ ഫുൾ സപ്പോർട്ടായിട്ട് വൈഫും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ ഇതാ കയ്യിൽ ഒരു ക്യാമറ. ഇതിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് എന്ത് പറയണം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി നമുക്ക് ഒരുപാട് പടങ്ങൾ കാണാം, പടങ്ങൾ എടുക്കാം, കുറേ സ്ഥലങ്ങൾ പോകാം. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെ പ്ലാന്. പിള്ളേരും ഒരുപാട് ഹാപ്പിയാണ്. അവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ക്യാമറ. ഇനിയിപ്പോൾ എൻ്റെ പഴയ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, പണ്ട് ഫസ്റ്റ് എടുത്ത ക്യാമറ. ആ ക്യാമറ അവർക്കെടുക്കാം എന്നുള്ള ഹാപ്പിയിലാണ് അവരിയ്ക്കുന്നത്. പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ കരിയറും നഷ്ടപ്പെടുത്തി കുറച്ച് വർഷങ്ങളായിരുന്നു കടന്നുപോയത്. പോയ വർഷങ്ങൾ തിരിച്ചു കിട്ടില്ല എന്ന് നല്ല ബോധ്യമുണ്ട്. അതെല്ലാം മറികടന്ന് വീണ്ടും പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്രയിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം വേണം. തെറ്റുകൾ കാണുമ്പോൾ തിരുത്താനും നല്ലത് കാണുമ്പോൾ അഭിനന്ദിക്കാനും എല്ലാത്തിനും നിങ്ങളെ ഉള്ളൂ കൂടെ. അപ്പോൾ ഇനി കൂടുതൽ ചിത്രങ്ങളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ എന്നെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.